ഇന്ന് രാവിലെ എൻ്റെ ഒരു സുഹൃത്ത് സോഷ്യൽ മീഡിയയിലെ ഒരു കുറിപ്പ് എനിക്ക് അയച്ചു തന്നു. അത് വായിച്ചപ്പോൾ അത് പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവെക്കണമെന്ന് തോന്നി. ആ കുറിപ്പ് ഇങ്ങനെയാണ്: ഒരു പെഗ്ഗിൽ തുടങ്ങുന്ന യാത്ര, ഒടുവിൽ സ്വന്തം തലച്ചോറിനെ നഷ്ടപ്പെടുത്തുന്ന കഥ എന്ന തലക്കെട്ടോടെയാണ് ആ കുറിപ്പ് തുടങ്ങുന്നത്. അമിതമായ മദ്യപാനം തലച്ചോറിനെ നിശബ്ദമായി എങ്ങനെയാണ് നശിപ്പിക്കുന്നത്? എനിക്ക് എപ്പോൾ വേണമെങ്കിലും മദ്യപാനം നിർത്താൻ കഴിയും. മദ്യാസക്തിയുള്ള അനേകം ആളുകളുടെ ഏറ്റവും സാധാരണമായ ഒരു വാക്കാണിത്. എന്നാൽ ഒരു ചോദ്യം ചോദിക്കട്ടെ: നിങ്ങളാണോ മദ്യം കുടിക്കുന്നത്, അതോ മദ്യം ക്രമേണ നിങ്ങളുടെ തലച്ചോറിനെ കുടിച്ചു തീർക്കുകയാണോ? മദ്യത്തിന്റെ ഏറ്റവും വലിയ അപകടം അതൊരു ദിവസം കൊണ്ട് ജീവിതം തകർക്കുന്നില്ല എന്നതാണ്. ഒരു പെഗ്ഗിൽ തുടങ്ങുന്ന ശീലം അത് വർഷങ്ങൾക്ക് ശേഷം ഓർമ്മകളെ, തീരുമാനങ്ങളെ, വ്യക്തിത്വത്തെ, ബന്ധങ്ങളെ, ഒടുവിൽ തലച്ചോറിനെ തന്നെ മാറ്റിമറിക്കുന്നു. ഏറ്റവും ദുഃഖകരമായ കാര്യം, ഈ മാറ്റങ്ങൾ പലപ്പോഴും വളരെ വൈകിയാണ് തിരിച്ചറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് എല്ലാവർക്കും ഒരുപോലെ അപകടമില്ലാത്തത്? മദ്യം എല്ലാവരെയും ഒരേ രീതിയിൽ ബാധിക്കില്ല. അപകട സാധ്യത നിർണ്ണയിക്കുന്നത് പല ഘടകങ്ങളാണ്. എത്ര അളവിലും എത്ര തവണയും മദ്യം കഴിക്കുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട്. എത്ര വർഷമായി മദ്യപിക്കുന്നു? ഒരു കാര്യം ഉറപ്പാണ്: അമിതമായ മദ്യപാനം തലച്ചോറിന് സുരക്ഷിതമല്ല. മദ്യം ആദ്യം കീഴടക്കുന്നത് നമ്മുടെ ശരീരത്തെ അല്ല, നമ്മുടെ തലച്ചോറിനെയാണ്. നമ്മുടെ തലച്ചോറിലെ കോടിക്കണക്കിന് ന്യൂറോണുകൾ പരസ്പരം സന്ദേശങ്ങൾ കൈമാറിയാണ് ചിന്തയും ഓർമ്മയും വികാരങ്ങളും ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത്. മദ്യം ഈ സന്ദേശ വിനിമയത്തെ തകർക്കുന്നു. അതിന്റെ ഫലമായി ചിന്ത മന്ദഗതിയിലാകുന്നു, ഓർമ്മശക്തി കുറയുന്നു, ശ്രദ്ധയും ഏകാഗ്രതയും നഷ്ടപ്പെടുന്നു, ശരിയായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് കുറയുന്നു, പ്രതികരണ വേഗം കുറയുന്നു. മാത്രമല്ല, വർഷങ്ങളോളം അമിതമായി മദ്യപിച്ചാൽ തലച്ചോറിലെ ചില ഭാഗങ്ങൾ ചുരുങ്ങുകയും സ്ഥിരമായ കോശനാശം സംഭവിക്കുകയും ചെയ്യാം. ആദ്യകാലത്ത് ഒരു ചെറിയ അളവിൽ ലഭിച്ച ലഹരി പിന്നീട് ലഭിക്കണമെങ്കിൽ കൂടുതൽ മദ്യം ആവശ്യമായി വരുന്നു. ഇത് ശരീരത്തിന്റെ ശക്തിയല്ല, തലച്ചോർ അപകടകരമായി പൊരുത്തപ്പെടുന്നതിന്റെ ആദ്യ ലക്ഷണമാണ്. ഒരു ഘട്ടം കഴിഞ്ഞാൽ മദ്യം ഒരു ശീലമല്ല, ആവശ്യമായി മാറുന്നു. മദ്യമില്ലാതെ സാധാരണ ജീവിതം പോലും അസാധ്യമായി തോന്നുന്നു. മദ്യാസക്തിയുള്ള ഒരാൾ പെട്ടെന്ന് മദ്യം നിർത്തുമ്പോൾ അമിത വിയർപ്പ്, കൈവിറയൽ, ഹൃദയമിടിപ്പ് വർദ്ധിക്കൽ, ഉത്കണ്ഠ, ഉറക്കക്കുറവ്, അപസ്മാരം എന്നിവയൊക്കെ ഉണ്ടാകാം. ഗുരുതരമായാൽ ജീവന് ഭീഷണിയായ അവസ്ഥയിലേക്ക് എത്തിച്ചേരും. അമിതമായി മദ്യം കഴിച്ചതിന് ശേഷം ഛർദി, ബോധക്ഷയം, അപസ്മാരം, ശരീര താപനില കുറയൽ, അപകടകരമായ വാഹനാപകടങ്ങൾ, തെറ്റായ തീരുമാനങ്ങൾ, സുരക്ഷിതമല്ലാത്ത പെരുമാറ്റങ്ങൾ എന്നിവയൊക്കെ ഉണ്ടാകാം. ഗുരുതരമായ മദ്യ വിഷബാധ മരണത്തിനും മസ്തിഷ്ക നാശത്തിനും കാരണമാകാം. ദീർഘകാല മദ്യപാനം തലച്ചോറിലെ കോശങ്ങളെ നശിപ്പിക്കുകയും പഠനശേഷി, ഓർമ്മ, ഏകാഗ്രത എന്നിവയെ ഗുരുതരമായി ബാധിക്കുകയും ചെയ്യുന്നു. വിറ്റാമിൻ B1 കുറവ് മൂലം ഡിമെൻഷ്യ പോലുള്ള ഓർമ്മ പ്രശ്നങ്ങൾക്കും പഠന വൈകല്യങ്ങൾക്കും കാരണമാകും. അതുപോലെ ഇന്ന് വരെ ഒരു പഠനവും ഗർഭകാലത്ത് സുരക്ഷിതമായ മദ്യത്തിന്റെ അളവ് കണ്ടെത്തിയിട്ടില്ല. ഗർഭസ്ഥ ശിശുവിന്റെ തലച്ചോറിന്റെ വളർച്ചയെ ബാധിക്കുന്ന രോഗം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്ത്രീകൾ ഗർഭകാലത്ത് മദ്യം പൂർണ്ണമായും ഒഴിവാക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതം. അമിതമായ മദ്യപാനം അത് കരൾ രോഗം, സിറോസിസ്, ഹൃദ്രോഗം, ഉയർന്ന രക്തസമ്മർദ്ദം, നാഡീക്ഷതം, പ്രതിരോധശേഷി കുറയൽ, അന്നനാളം, കരൾ, വൻകുടൽ, സ്തനം എന്നിവയിലെ അർബുദങ്ങൾ എന്നിവയൊക്കെ ഉണ്ടാകും. കരൾ ഗുരുതരമായി തകരുമ്പോൾ ആശയക്കുഴപ്പം, ഓർമ്മക്കുറവ്, വ്യക്തിത്വമാറ്റം, കോമ എന്നിവ സംഭവിക്കാം. സ്ത്രീകൾ കൂടുതൽ മദ്യപിച്ചാൽ കരൾ, ഹൃദയം, നാഡീവ്യൂഹം, തലച്ചോർ എന്നിവയ്ക്ക് പുരുഷന്മാരെക്കാൾ വേഗത്തിലും ഗുരുതരമായും കേടുപാടുകൾ സംഭവിക്കുമെന്ന് നിരവധി പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ഒരേ അളവിൽ മദ്യം കഴിച്ചാലും സ്ത്രീകളിൽ രക്തത്തിലെ ആൽക്കഹോൾ സാന്ദ്രത കൂടുതലാകാറുണ്ട്. ശരീരത്തിലെ ജലാംശം കുറവായതും ആൽക്കഹോൾ വിഘടിപ്പിക്കുകയും ചെയ്യും. പക്ഷേ എല്ലാ മദ്യപാനവും ദോഷകരമല്ല. ചിലർ പ്രത്യേക സാമൂഹിക അവസരങ്ങളിൽ മാത്രം നിയന്ത്രിതമായ അളവിൽ മദ്യം ഉപയോഗിക്കുകയും അതിൽ തന്നെ നിർത്തുകയും ചെയ്യുന്നു. പതിവായുള്ള മദ്യപാനത്തെ
ആ മദ്യപാനത്തെ അപേക്ഷിച്ച് ഈ ശീലം താരതമ്യേന സുരക്ഷിതമാണ്. എന്നാൽ ഗർഭിണികൾ, കരൾ രോഗമുള്ളവർ, വാഹനം ഓടിക്കുന്നവർ, മദ്യവുമായി പ്രതികരിക്കുന്ന മരുന്നുകൾ കഴിക്കുന്നവർ മദ്യം പൂർണ്ണമായും ഒഴിവാക്കണം. മദ്യപാനം പൂർണ്ണമായി നിർത്തുകയും ചികിത്സയും കൗൺസിലിങ്ങും പോഷകാഹാരവും സ്വീകരിക്കുകയും ചെയ്താൽ പലരിലും ഏതാനും മാസങ്ങൾ മുതൽ ഒരു വർഷത്തിനുള്ളിൽ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിൽ ശ്രദ്ധേയമായ മാറ്റം കാണാൻ സാധിക്കും. മദ്യത്തിൻ്റെ ഏറ്റവും വലിയ ഇര ഒരിക്കലും കരളല്ല, തലച്ചോറാണ്. അതിലും വലിയ ഇര പലപ്പോഴും ആ വ്യക്തിയെ സ്നേഹിക്കുന്ന കുടുംബമാണ്. മദ്യാസക്തി ഒരാളുടെ മാത്രം രോഗമല്ല, അതൊരു കുടുംബത്തിൻ്റെ നിശബ്ദ ദുരന്തമാണ്. കുട്ടികളുടെ ബാല്യം, മാതാപിതാക്കളുടെ സമാധാനം, ജീവിത പങ്കാളിയുടെ വിശ്വാസം, കുടുംബത്തിൻ്റെ സാമ്പത്തിക സുരക്ഷ, ഇവയെല്ലാം പതിയെ തകർക്കാൻ മദ്യത്തിന് കഴിയും. ഒന്നോ രണ്ടോ പെഗ് മദ്യം ഒരു ജീവിതം മാറ്റണമെന്നില്ല. എന്നാൽ നിയന്ത്രണം നഷ്ടപ്പെട്ട മദ്യപാനം ഒരു മനുഷ്യനെയും ഒരു കുടുംബത്തെയും ചിലപ്പോൾ ഒരു തലമുറയുടെ ഭാവിയെയും മാറ്റിമറിച്ചേക്കാം. ഇന്നെടുക്കുന്ന ഒരു തീരുമാനം മദ്യം നിയന്ത്രിക്കുകയോ പൂർണ്ണമായി ഉപേക്ഷിക്കുകയോ ചെയ്യുക നമ്മുടെ തലച്ചോറിനും കുടുംബത്തിനും നൽകാവുന്ന ഏറ്റവും വിലപ്പെട്ട സമ്മാനമായിരിക്കും അത്. കാരണം നഷ്ടപ്പെട്ട പണവും സ്ഥാനവും ഒരുപക്ഷെ തിരികെ നേടാം. എന്നാൽ മദ്യത്തിൽ നഷ്ടപ്പെട്ട ഓർമ്മകളും ബന്ധങ്ങളും വിശ്വാസവും ജീവിതത്തിലെ വിലപ്പെട്ട വർഷങ്ങളും പലപ്പോഴും ഒരിക്കലും തിരികെ ലഭിക്കില്ല. ഒരു ചോദ്യം മാത്രം സ്വയം ചോദിക്കൂ: ഇന്നത്തെ ഈ ഒരു പെഗ് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരിൽ നിന്ന് എന്നെ പതിയെ അകറ്റുകയാണോ എന്ന ചോദ്യത്തോടെയാണ് കുറിപ്പ് അവസാനിക്കുന്നത്.